അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നബിദിനം ആഘോഷിക്കുവാനുള്ള രേഖ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം മുട്ടുന്ന സാഹചര്യത്തിൽ ചില മുസ്ലിയാക്കന്മാർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലയാള ഭാഷയിൽ ജുമുഅ ഖുതുബ നിർവഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ മലയാള ഭാഷയിലല്ലേ ജുമുഅ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്? അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ അറബി അല്ലാത്ത ഭാഷയിൽ ജുമുഅ ഖുതുബ നിർവഹിക്കാമെന്ന്? എങ്കിൽ ആ ഹദീസ് ഒന്ന് കാണിക്കൂ, എങ്കിൽ നബിദിനാഘോഷത്തിനുള്ള രേഖ ഞങ്ങളും കാണിക്കാമെന്ന് ചിലർ പറയാറുണ്ട്. സത്യത്തിൽ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നബിദിനം ആഘോഷിക്കാൻ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ രേഖയില്ലാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന്. ചോദിക്കുന്നവർ ഒരുപക്ഷെ വിചാരിക്കുന്നത് ഇത് വലിയൊരു ചോദ്യമാണ്, ഈ ചോദ്യം ഉന്നയിച്ചാൽ പിന്നെ സലഫികൾക്ക് മറുപടി ഉണ്ടാകുകയില്ല എന്നൊക്കെ ആയിരിക്കാം ആ സാധുക്കൾ ചിന്തിക്കുന്നത്. സാധാരണ ചില മുസ്ലിയാക്കന്മാരും അതേപോലെ മതം പഠിക്കാത്ത ചില സഹോദരങ്ങളുമൊക്കെയാണ് ഈ ചോദ്യം ഉന്നയിക്കാറുള്ളത്. നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് കഴിഞ്ഞ ദിവസം കാണാനിടയായി. മലയാളത്തിൽ ഖുതുബ നിർവഹിച്ച സ്വഹാബിയുടെ പേര് പറയാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ സമയത്ത് തന്നെ ഞാൻ മറുപടിയും കൊടുത്തിരുന്നു, ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ നൽകാമെന്ന്. പക്ഷേ ബഹുമാന്യനായ നമ്മുടെ സിംസാറുൽ ഹക്ക് ഹുദവി, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാൽ അദ്ദേഹം ചോദിക്കുകയാണ്, മലയാളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ഖുതുബ നിർവഹിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിർവഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ ഹദീസ് ഒന്ന് പറഞ്ഞു തരൂ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാരാളം ആളുകൾക്ക് സംശയമുണ്ടാകുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ സിംസാറുൽ ഹക്ക് ഹുദവിയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ഓരോ വിഷയങ്ങളും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് സിംസാറുൽ ഹക്ക് ഹുദവിയുടെ ആ വലിയ ചോദ്യം ഒന്ന് കേൾക്കാം. നബി ചെയ്തിട്ടില്ല, അങ്ങനെ വെറുതെ ചോദിക്കുകയാണ്. മലയാളത്തിൽ നബി ഖുതുബ ഓതിയിട്ടുണ്ടോ കൂട്ടരെ? ഇല്ലല്ലോ. മലയാളത്തിൽ ഖുതുബ ഓതുന്ന കൂട്ടരാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താ, അതിനെപ്പറ്റി നിങ്ങൾ എന്താ പറയുക? എനിക്കത് മാത്രം പറഞ്ഞു തന്നാൽ മതി. നബി മലയാളത്തിൽ ഖുതുബ ഓതിയിട്ടില്ല, അറബി അല്ലാത്ത ഭാഷകളിൽ ഖുതുബ ഓതിക്കോളൂ എന്ന് നബി പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിക്കണോ? ഒരു ഹദീസ് ഉണ്ടോ? അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മലയാളത്തിൽ ഓതുന്നുണ്ടല്ലോ ഖുതുബ, അതിനെന്താണ് തെളിവ്? ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഏത് ഹദീസാണ്, എവിടെയാണ്, ഏത് മിമ്പറിലാണ് നബി തങ്ങൾ മലയാളത്തിൽ ഓതിയത് എന്ന് പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് ബാക്കി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മുമ്പിൽ സലഫികൾ ഉത്തരം മുട്ടും എന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുക. ഏതാണെങ്കിലും ഞാൻ സൂചിപ്പിക്കട്ടെ, എല്ലാ ബഹുമാനത്തോടുകൂടെയും ഞാൻ സൂചിപ്പിക്കുകയാണ്, ഇത് സത്യത്തിൽ ഒരു പൊട്ടൻ ചോദ്യമാണ്. എന്താണ് ജുമുഅ ഖുതുബയെന്നും അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും ഒന്നും മനസ്സിലാക്കാതെ വെറുതെ എന്തോ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. മാതൃഭാഷയിൽ ജുമുഅ ഖുതുബ നിർവഹിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ബിദ്അത്തായി മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് കൃത്യമായ നിലക്ക് നിങ്ങൾ പറയണം, അതല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുചരന്മാരുമൊന്നും മാതൃഭാഷയിലല്ല ജുമുഅ ഖുതുബ നിർവഹിച്ചത് എന്ന് നിങ്ങൾ സമ്മതിക്കണം. അതേതാണെങ്കിലും നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാതൃഭാഷയായ അറബിയിലാണ് വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ നിർവഹിച്ചത്? നമുക്കറിയാം, ഖുതുബയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശ്രോതാക്കൾക്ക് മനസ്സിലാകണം. മുമ്പിലിരിക്കുന്ന ആളുകളോടാണ് ഖുതുബ നിർവഹിക്കുന്നത്. അയ്യുഹന്നാസ്, അല്ലേ? ജനങ്ങളിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ജുമുഅ ഖുതുബ നിർവഹിക്കുന്നത്. എന്നാൽ നമസ്കാരം എന്ന് പറയുന്നത് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്, പടിഞ്ഞാറോട്ട് തിരിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് ജനങ്ങൾക്കുള്ള ഉപദേശമാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ വിഷയത്തിൽ ഇത്തിബാഅ് ചെയ്യുക, അതല്ലെങ്കിൽ ഖുതുബയുടെ വിഷയത്തിലുള്ള ഇത്തിബാഅ് എന്ന് പറയുന്നത്
ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലാകുക എന്നതാണ്, അതല്ലെങ്കിൽ മാതൃഭാഷയിലാകുക എന്നതാണ്. നമുക്കറിയാമല്ലോ എന്താണ് ജുമാ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂറത്തുൽ ജുമുഅയിലെ 9-ാമത്തെ വചനത്തിൽ കൃത്യമായി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ശ്രോതാക്കൾ ഈ വിഷയം കൃത്യമായി മനസ്സിലാക്കുക. വലിയ തെറ്റിദ്ധരിപ്പിക്കലുകൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. എന്താ അല്ലാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. സത്യവിശ്വാസികളെ, വെള്ളിയാഴ്ച നമസ്കാരത്തിലേക്ക്, ജുമുഅയിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്ഔ, നിങ്ങൾ വേഗത്തിൽ പോകണം. എവിടേക്കാ പോകേണ്ടത്? ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് പോകണം. എന്താണ് അവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ദിക്ർ, ജുമുഅയെക്കുറിച്ച് ഖുതുബയെക്കുറിച്ച് ദിക്ർ എന്ന് പറഞ്ഞു, നിസ്കാരത്തെക്കുറിച്ചും ദിക്ർ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്താണ് ഇവിടെ ദിക്ർ എന്ന് പറഞ്ഞാൽ? മഹാന്മാരായ ഉലമാക്കൾ തഫ്സീറുകളിൽ അതിന് വിശദീകരണം നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം തൊബരിയുടെ തഫ്സീർ നോക്കിക്കോ. ഫഹിയ മൗഇളത്തുൽ ഇമാം, വെള്ളിയാഴ്ച ഇമാം ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശത്തിനാണ് അവിടെ ദിക്ർ എന്ന പദപ്രയോഗം നടത്തിയത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ജുമുഅ ഖുതുബ എന്ന് പറയുന്നത് അത് വഅലാണ്, അത് ഉപദേശമാണ്, അതല്ലെങ്കിൽ മൗഇളത്താണ്, സാരോപദേശമാണ്. സിംസാറുൽ ഹഖ് ഹുദവി ആ ഉപദേശം ജനങ്ങൾക്ക് ഫലപ്രദമാകണമെങ്കിൽ, അത് മനസ്സിലാകണമെങ്കിൽ, അതിൻ്റെ തഅ്സീർ ഉണ്ടാകണമെങ്കിൽ തിരിയുന്ന ഭാഷയിലാകേണ്ടതില്ലേ? ഇത് താങ്കളെപ്പോലെയുള്ള ഒരു വിവരമുണ്ട് എന്ന് അവകാശപ്പെടുന്നൊരു പണ്ഡിതനോട് പറഞ്ഞു തരേണ്ട കാര്യമാണോ? താങ്കൾക്കറിയുന്ന കാര്യമല്ലേ? എത്ര തന്നെ ബലീഗായ നിലക്കും, എത്ര തന്നെ സാരസമ്പൂർണമായ അർത്ഥവത്തായ അതല്ലെങ്കിൽ വിജ്ഞാന സമ്പുഷ്ടമായ അവതരണമാണെങ്കിലും ഭാഷ മനസ്സിലാകുന്നില്ലെങ്കിൽ അത് ആ ഉപദേശം ഫലപ്പെടുമോ? ഒരിക്കലും ഫലപ്പെടില്ല. അപ്പോൾ വളരെ പ്രധാനമാണ് ഭാഷ. അപ്പോൾ മൗഇളത്താണ്, വഅലാണ്. അത് പ്രയോജനപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ തന്നെയാകണം. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിലായി ഈ ലോകത്തേക്ക്, വിവിധ നാടുകളിലേക്ക്, പ്രവിശ്യകളിലേക്ക് നിയോഗിച്ച അവൻ്റെ ദൂതന്മാർ, ആ ദൂതന്മാരെ മുഴുവനും ഏതൊരു ജനതയിലേക്കാണോ കടന്നു ചെല്ലുന്നത് ആ ജനതയുടെ ഭാഷയിലല്ലാതെ നിയോഗിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹീമിൽ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. നാം ഒരു ദൂതനെയും നിയോഗിച്ചിട്ടില്ല ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ ജനതയുടെ ഭാഷയിലല്ലാതെ. എന്തിനു വേണ്ടിയാണത്? ലിയുബയ്യിന ലഹും, അവർക്ക് കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ച് മനസ്സിലാക്കി വിവരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണത്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകണം. ഖുതുബയുടെ ലക്ഷ്യവും അത് തന്നെയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതാണ്. ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് സലഫികൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നടത്തുന്നത്. അത് ഏതാണോ ശ്രോതാക്കളുടെ ഭാഷ അവർക്ക് മനസ്സിലാകണമെന്നതേ ഉള്ളൂ. അറബി എല്ലാവർക്കും അറിയുമെങ്കിൽ അറബിയിൽ നടത്താം, അതിലൊന്നും തർക്കമുള്ള കാര്യമല്ല, അതിലൊന്നും കർശന നിലപാടില്ല. തിരിയണം, മനസ്സിലാകണം, അതിൻ്റെ തഅ്സീർ ഉണ്ടാകണം എന്നതാണ് അവിടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എങ്ങനെയായിരുന്നു? കാന യഖറഉൽ ഖുർആൻ വയുദക്കിറുൻ നാസ്. കണ്ടോ, ഖുർആൻ ഓതുകയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ചെയ്തു. അവിടുത്തെ ശബ്ദം ഉയരുമായിരുന്നു, അല്ലേ? ഇഹ്മറത്ത് ഐന, 2 കണ്ണുകളും ചുവന്ന് തുടിക്കുമായിരുന്നു. മുന്നറിയിപ്പും ഉത്ബോധനവും വഅലുമായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഖുതുബയോ 50 കൊല്ലം അതൊരാൾ കേട്ടാൽ വല്ല മാറ്റം ഉണ്ടാകുമോ? വല്ല തഅ്സീർ ഉണ്ടാകുമോ? വല്ല ഫലവുമുണ്ടോ? ആ ഉത്ബോധനം ഫലപ്പെടുന്നുണ്ടോ? ആ ഉപദേശം ഫലപ്പെടുന്നുണ്ടോ? ഇതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങളിവിടെ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് നമസ്കാരവും ഖുതുബയും, ജുമുഅ ഖുതുബയും സമം ഒരേപോലെ അതിനെ തുല്യപ്പെടുത്തി അവതരിപ്പിച്ച് സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഓ ജനങ്ങളെ, നിസ്കാരത്തെക്കുറിച്ച് ദിക്ർ എന്ന് പറഞ്ഞിട്ടില്ല, നിസ്കാരം ദിക്റാണ്. അതേപോലെ ഖുതുബയെക്കുറിച്ചും ദിക്റാന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഒന്നും മാറ്റാൻ പറ്റാത്തതുപോലെ ഖുതുബയിൽ ഒന്നും മാറ്റാൻ കഴിയില്ല, അത് അറബിയിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൃത്യമായി വിഷയം പഠിക്കാത്ത ചില ആളുകൾ, അത്രമാത്രമേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ, ആ നിലക്കുള്ള അവതരണമാണ് നടത്തുന്നത്. ഒരു സാമ്പിൾ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. നബിയുടെ സദസ്സിൽ ഖുത്തുബ പറയുമ്പോൾ എല്ലാവരും അറബി മനസ്സിലാവുന്ന ആളുകളായിരുന്നു. അപ്പൊ ഖുത്തുബ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേണ്ടിയുള്ള ഉത്ബോധന പ്രസംഗം എന്നാണല്ലോ. അപ്പൊ നമ്മളെ പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒന്നും മനസ്സിലാവാതെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ്. അപ്പൊ അത് ശരിയാണോ?
അതായത് ഖുതുബ എന്ന് പറഞ്ഞാൽ അതെന്താണ്? വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ദിക്ർ എന്നാണ്. ഫസ്ഔ ഇലാ ദിക്രില്ല. ഹദീസിലും പറഞ്ഞ് യസ്തമിഊന ദിക്റ എന്നാണ്, ദിക്ർ എന്നാണ്. ഖുതുബ നിർവഹിക്കുക എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ കക്ഷികളും പറയുന്നു നിർബന്ധമാണ്. അവ നിർബന്ധമായ ഒരു ദിക്റാണ്. നിർബന്ധമായ കുറേ ദിക്റുകൾ വേറെ ഉണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമായൊരു ദിക്റാണ്. ഫാത്തിഹ നിർബന്ധമായൊരു ദിക്റാണ്. അത്തഹിയാത്ത് നിർബന്ധമായൊരു ദിക്റാണ്. സ്വലാത്ത് നിർബന്ധമായ ദിക്റാണ്. സലാം നിർബന്ധമായ ദിക്റാണ്. ഈ ഖുതുബയല്ലാത്ത 5 ദിക്റുകൾ ഫർലായ ദിക്റാണ്. വേറൊന്നും ഫർലല്ല. ഈ ഫർലായ 5 ദിക്ർ എടുത്തു നോക്കിയാലും എന്താണ്? അത് അറബിയിലേ നിർവഹിച്ചിട്ടുള്ളൂ, നിർവഹിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. അതാണ് ഉദാഹരണമായി ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഈ മുസ്ലിയാർ നോക്കൂ നിങ്ങൾ, എന്തുമാത്രം വിവരക്കേടാ പറയുന്നത്. നമസ്കാരം പോലെയാണോ ജുമുഅ ഖുതുബ? എത്രയെത്ര വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, എൻ്റെ സാധാരണക്കാർ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നമസ്കാരം തുടങ്ങുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ അല്ലാഹു അക്ബർ എന്ന പദം അത് അറബി ഭാഷയിൽ തന്നെ വേറെ ഒരു പദം അവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അപ്പം അള്ളാൻ്റെ നാമം വേറൊരു നാമം നമ്മളവിടെ ചേർത്താലോ? അർ-റഹ്മാനു അക്ബർ എന്ന് പറയാൻ പറ്റുമോ? അറബി ഭാഷയിൽ തന്നെ, വേറെ ഭാഷ പോട്ടെ, പറ്റുകയില്ല. അപ്പം അത് പഠിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ചെയ്യണം. ബാഗും നമസ്കാരവുമൊക്കെ അതിൻ്റെ പദങ്ങളും അതിൽ ചൊല്ലേണ്ട കാര്യങ്ങളും ഒക്കെ കൃത്യമായ നിർണിതമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അറബിയിൽ പോലും അതിൽ മാറ്റം വരുത്താൻ പാടില്ല. നിസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളും അങ്ങനെയാണ്. എങ്കിൽ ജുമുഅ ഖുതുബ അങ്ങനെയാണോ? ഈ ആഴ്ച നടത്തിയ ജുമുഅ ഖുതുബ കാണാതെ പഠിച്ചിട്ടാണോ അടുത്ത ആഴ്ച അവതരിപ്പിക്കുന്നത്? അതല്ലെങ്കിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ജുമുഅ ഖുതുബകൾ അത് മനപ്പാഠം എഴുതിയെടുത്ത് കാണാതെ പഠിച്ചിട്ടാണോ മഹാന്മാരായ സ്വഹാബിമാര് അവതരിപ്പിച്ചത്, ഖുതുബ നടത്തിയത്? ഒരിക്കലുമല്ല. മറിച്ച് ജുമുഅ ഖുതുബ എന്ന് പറയുന്നത് അത് ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ്. അത് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. അത് ഓരോ ആഴ്ചയിലും സാന്ദർഭികമാകണം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാകണം. അത് ജനങ്ങളോടുള്ള സംസാരമാണ്. അപ്പം നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കുന്ന, റബ്ബിന് വേണ്ടി നിർവഹിക്കുന്ന ഇബാദത്താണ് നിസ്കാരം. എന്നാൽ ജുമുഅ ഖുതുബയോ അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ച് ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഉപദേശമാണ് ജുമുഅ ഖുതുബ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തന്നില്ലേ? അവിടുന്ന് ഒരിക്കൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാൾ വൈകി വന്നു. വേഗം ഖുതുബ കേൾക്കാൻ വേണ്ടി അയാൾ ഇരുന്നു പള്ളിയിൽ. മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സംസാരിച്ചു. യാ ഫുലാൻ അസല്ലൈത്, നിസ്കരിച്ചോ? തഹിയ്യത്ത് നിസ്കരിച്ചോ? ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഖും, എഴുന്നേൽക്ക്. ഫർക റകഅതൈനി ഖഫീഫതൈൻ, വേഗം 2 റകഅത്ത് ലഘുവായി നമസ്കരിക്കൂ എന്ന് മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജുമുഅ ഖുതുബ എന്ന് പറഞ്ഞാൽ മിമ്പറിൽ വെച്ച് ജനങ്ങളെ തിരുത്താനും പഠിപ്പിക്കാനുമുള്ളതാണ്. എല്ലാവർക്കും കോളേജുകളിലും മദ്രസകളിലും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിലെ സാമാന്യ ജനങ്ങളെ തിരുത്താനും ശുദ്ധീകരിക്കാനുമുള്ളതാണ് പള്ളി മിമ്പറുകൾ. അത് കാര്യമായ നിലയ്ക്ക് നിങ്ങൾ ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ജീർണതകൾ കടന്നു വരാനുള്ള കാരണവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ് ചെയ്തത്. ഇത് അള്ളാഹുവിൻ്റെ റസൂല് മാത്രമല്ല, പിൽക്കാലഘട്ടത്തിൽ അവിടുത്തെ കാലശേഷം ഖലീഫമാർ, ഖുലഫാഉർ റാഷിദുകൾ, മഹാന്മാരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവർ നടത്തിയ ഖുതുബകളും നമുക്ക് അതിൻ്റെ സൂചനകൾ കാണാൻ കഴിയും. ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഭരണകാലമാണ്, വെള്ളിയാഴ്ച മിമ്പറിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഇതേപോലെ വൈകി വന്നു. മിമ്പറിൽ നിന്ന് തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു. ഫനാദാഹു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു. അയ്യതു സഅത്തിൻ ഹാദി, ഈ സമയത്താണോ താങ്കൾ വരുന്നത്? അങ്ങനെ അദ്ദേഹം അതിൻ്റെ കാരണങ്ങൾ ബോധിപ്പിച്ചു. മിമ്പറിൽ വെച്ച് സംസാരങ്ങൾ നടക്കുകയാണ്. നിങ്ങളുടെ ഖുതുബയിൽ ഇത് നടക്കുമോ? ഈ രൂപത്തിലുള്ളൊരു സംഗതിയാണോ? ഇങ്ങനെയാണോ നിങ്ങളുടെ മാതൃക? എന്ത് മാതൃക നിങ്ങൾക്കുള്ളത്? എന്നിട്ട് മാതൃഭാഷയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലക്ക് ഉപദേശം കൊടുക്കുന്നതിനെയാണോ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത്? ഈ അനാചാരത്തെ അരക്കെട്ടുറപ്പിക്കാൻ, നബിദിനാഘോഷത്തെ അങ്ങനെ അതിൻ്റെ പേരിലുള്ള പേക്കൂത്തുകളെ സമൂഹത്തിൽ അരക്കെട്ടുറപ്പിക്കാൻ നിങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഒരിക്കലും യോജിച്ചതല്ല ഹുദവി എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
എന്നാൽ നിസ്കാരവും ഖുതുബയും ഒരേപോലെയാണെന്ന് പറയാൻ പറ്റൂല. നമസ്കാരത്തിൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് പോലും എന്തെങ്കിലും ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകും. ഖുതുബ അങ്ങനെയല്ല, സാന്ദർഭികമാണ്. ഖുതുബ നമസ്കാരത്തിൽ നമ്മുടെ വക എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ? അറബി ഭാഷയിൽ പറ്റുകയില്ലല്ലോ. അതുകൊണ്ടല്ലേ, നിങ്ങളത് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ മീൻ ചന്തയിൽ പ്രമേയം അവതരിക്കുന്നതിന് മുമ്പ് നിങ്ങളും സമസ്തക്കാരും ജുമുഅ ഖുതുബ മാതൃഭാഷയിൽ നടത്തിയ ചരിത്രം നിങ്ങൾക്കില്ലേ? എന്നാൽ നിങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. എന്ത് നിസ്കാരം എന്നെങ്കിലും നിങ്ങൾ മാതൃഭാഷയിലേക്ക് മാറ്റുകയോ നിസ്കാരത്തിൽ എന്തെങ്കിലും ആ രൂപത്തിൽ പദങ്ങൾ കൂട്ടിച്ചേർക്കുകയോ കുറക്കുകയോ ഒന്നും നിങ്ങളും ചെയ്തിട്ടില്ലല്ലോ. എന്ത് കാരണം നിസ്കാരം പോലെയല്ല ഖുതുബ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയതാണ്. പക്ഷേ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഈ അനാചാരത്തെ വെള്ളപൂശാൻ വേണ്ടി ഓരോ കോപ്രായങ്ങളുമായി വരികയാണ്. ഇത് ശരിയല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. നിസ്കാരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ ഖുതുബയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ സാന്ദർഭികമാകണമെന്ന്? ഞാൻ വായിച്ച് കൽപ്പിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ സുഹൃത്തുക്കളെ, നിങ്ങൾ കാണുന്നത് കർമ്മശാസ്ത്ര സരണി. അതിൽ ജുമുഅ ഖുതുബയെക്കുറിച്ച് പറയുന്നത് കണ്ടോ? ചെറിയ പെരുന്നാളിൻ്റെ ഖുതുബയിൽ ഫിത്ർ സക്കാത്തിനെ കുറിച്ചും വലിയ പെരുന്നാളിൻ്റെ ഖുതുബയിൽ ഉദൂഹിയത്തിനെ സംബന്ധിച്ചും വിവരിക്കേണ്ടതാണ്. ഇതന്നെയല്ലേ ഞങ്ങളും പറയുന്നത്. ഇത് നിങ്ങൾ എന്ത് വിവരിച്ചിട്ടെന്താ കാര്യം? എന്തു പറഞ്ഞിട്ടെന്താ കാര്യം? മനസ്സിലാകണ്ടേ? മനസ്സിലാകണമെങ്കിൽ ആ വയല് മനസ്സിലാകണമെങ്കിൽ അവർക്ക് തിരിയുന്ന ഭാഷയിലാകണം. മിമ്പറിൽ വെച്ച് വിമർശനം വരെ നടത്തിയ ചരിത്രങ്ങൾ നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങൾ എഴുതിയിട്ടില്ലേ? കണ്ടോ, വിശ്വാസത്തിൻ്റെ പണിപ്പുരയിൽ PMK ഫൈസി അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അതിൻ്റെ 8 മിമ്പറിലെ വിമർശനം അതിൽ കാണാം. ഖുർത്തുബയുടെ ശക്തി, ഖലീഫയുടെ ആഡംബരപ്രിയവും ധൂർത്തും മണിമേടങ്ങളും കൂറ്റൻ കെട്ടിടങ്ങളോടുമുള്ള പ്രതിപത്തിയും ഖാളി മുന്തിറിനെ പ്രകോപിതനാക്കി. ഒരു ദിവസം ഖുർത്തുബ പള്ളിയിൽ ജുമുഅ ഖുതുബ നിർവഹിക്കുമ്പോൾ അദ്ദേഹം വളരെ വികാരഭരിതനായി ഈ ചെയ്തികളെ നിശിതമായി വിമർശിച്ചു. കണ്ടോ, വിമർശിക്കാനുള്ളതാണ് ഖുതുബ, ഉത്ബോധിപ്പിക്കാനുള്ളതാണ് ഖുതുബ കേട്ടോ. എന്നിട്ട് അതിൽ പറയാണ് എന്താണ്? ജനം ആ ഖുതുബ കേട്ട് ഞെട്ടി. സദസ്സിൽ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്ന നാസിറിന്റെ ഹൃദയത്തിൽ കൂർത്തുമൂർത്ത അമ്പുകളായി ആ വാക്കുകൾ തുളച്ചു കയറി. നിങ്ങളെ ഖുതുബ കേട്ടിട്ട് എന്ത് അമ്പ് തുളച്ചു കയറാനാ? എന്ത് മാറ്റം ഉണ്ടാകാനാ? അല്ലേ? തന്നെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടാണ് ഈ ഖുതുബ എന്ന് ഖലീഫക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് ദുഃഖബോധം ആ മുഖമാകെ വിവരണമായി വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഖലീഫയുടെ ധൂർത്തിനെതിരെ അതിശക്തമായ നിലക്ക് മിമ്പറിൽ വെച്ച് വിമർശനം നടത്തിയ സംഭവം ചരിത്ര പറയുന്നത്. ഇങ്ങനെ എത്രയോ ഉദ്ധരിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ഇതും ഈ വിമർശനങ്ങളും അതേപോലെ ഈ ഉത്ബോധനങ്ങളും വയലുമൊക്കെ നമ്മൾ നടത്തുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ ജനങ്ങളുടെ ഭാഷയിൽ നടത്തണം. അതുകൊണ്ടാണ് മഹാന്മാരായ ഇമാമിങ്ങളിൽ പലരും ഖുതുബയുടെ റുക്കിനുകൾ ഒഴികെ വയല് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നടത്താമെന്ന് പറഞ്ഞത്. ഞാൻ ഫിഖ്ഹി കിതാബുകളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ആവശ്യമെങ്കിൽ നമുക്ക് അത്തരം സംഗതികളൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ ഇത് മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് അറബി അറിയുമെങ്കിൽ അറബിയിൽ പറയാം. ഇനി അതല്ല, ഒരു 19 കൊല്ലമായി ജുമുഅ ഖുതുബ നിർവഹിക്കുന്ന മുസ്ലിയാർക്കും അത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കും ഇത് കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. അപ്പോഴേ ഈ ഉമ്മത്ത് നന്നാകുള്ളൂ. ഇനി വേറെ ഒരു വിരോധാഭാസം ഉണ്ട് ഇവിടെ സഹോദരങ്ങളെ, നിങ്ങൾ അതും കൂടെ മനസ്സിലാക്കണം. അതെന്താണെന്നറിയോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ എന്ന് പറഞ്ഞത് അത് വയലാണ് എന്ന് ഞാൻ പറഞ്ഞു. ഹദീസുകളിൽ തന്നെ അവിടുന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. കാന ലാ യുതീലുൽ മൗഇളത യൗമൽ ജുമുഅ എന്ന ഹദീസിൽ വന്നത്. വെള്ളിയാഴ്ചയിലെ സാരോപദേശമാകുന്ന ഖുതുബ അവിടുന്ന് ദീർഘിപ്പിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഖുതുബ മൗഇളത്താണ്. മറ്റുള്ള പ്രഭാഷണങ്ങളും ക്ലാസ്സുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതും ഉപദേശം തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ട്, മറ്റു ഉത്ബോധനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ട്, ഭാര്യമാരോട് സംസാരിച്ചിട്ടുണ്ട്, സഹാബാക്കളോട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏത് ഭാഷയിലാണ് നടത്തിയത്? ഇതൊക്കെ അറബിയിലല്ലേ? അപ്പോൾ ജുമുഅ ഖുതുബ അത് അറബിയിൽ തന്നെ ആകണമെന്ന് ശഠിക്കുന്നവർ അവരോട് ഞാൻ ചോദിക്കട്ടെ, ബാക്കിയുള്ള ഉപദേശങ്ങളൊക്കെ മലയാളത്തിൽ നടത്താൻ നിങ്ങൾക്ക് എന്ത് മാതൃകയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള ഉപദേശങ്ങളൊക്കെ അറബിയിലല്ലേ നടത്തിയത്? അപ്പോൾ അത് പിന്നെന്തിനാണ് നിങ്ങൾ മലയാളത്തിൽ നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വഅദ് പരമ്പര നടത്താൻ പറ്റുമോ മലയാളത്തിൽ? ക്ലാസ്സുകൾ നടത്താൻ പറ്റുമോ മലയാളത്തിൽ?
ഇപ്പം നിങ്ങൾ ഈ സംസാരിച്ചതുപോലുള്ള സംസാരം നടത്താൻ പറ്റുമോ മലയാളത്തിൽ? നിങ്ങളുടെ ഭാര്യമാരോട് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കൂട്ടുകാരോട് മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് അറബി ഭാഷയിലല്ലേ? അപ്പം അതൊക്കെ ഞങ്ങൾക്ക് പറ്റും. എന്നാൽ വെള്ളിയാഴ്ചയിലെ ഉപദേശം അത് ഞങ്ങൾ നല്ല ബലീഗായ സാരസമ്പൂർണമായ നിലക്ക് പറയണം, പക്ഷെ അത് ആളുകൾക്ക് തിരിയൂല. ഇതിലെന്താ ഉള്ളത്? ഇതിലെന്ത് യുക്തിയുള്ളത്? യുക്തി പോകട്ടെ, ഇതിലെന്ത് പ്രമാണമാണുള്ളത്? നിങ്ങൾ കൃത്യമായി മറുപടി പറയണം. അതുകൊണ്ട് ജുമുഅ ഖുത്ബയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ശ്രോതാക്കൾക്ക് മനസ്സിലാകലാണ്. അത് മാതൃഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ മാതൃഭാഷയിൽ നടത്തുന്നത്. ഇനി അറബി ഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് ശ്രോതാക്കൾക്കറിയുമെങ്കിൽ അങ്ങനെയും നടത്താം. അത് നല്ല കാര്യം തന്നെയാണ്. ഇത്രേ ഈ വിഷയത്തിലുള്ളൂ. അത് മനസ്സിലാക്കുക. അതുകൊണ്ടത് തെറ്റിദ്ധരിപ്പിക്കരുത്. അനാചാരങ്ങളെ വെള്ളപൂശാൻ വേണ്ടി ഈ രൂപത്തിലുള്ള മുടന്തൻ ന്യായങ്ങൾ അവതരിപ്പിക്കുന്നത് പണ്ഡിതന്മാർക്ക് യോജിച്ചതല്ല എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി ഗ്രഹിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും